എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് കണക്റ്റിംഗ് ഫാക്ട്സ് ആണ്, പാർട്ട് 2 ആണ്. ഇന്നത്തേത് ഇന്ത്യയിൽ 19ാം നൂറ്റാണ്ടിലെ സംഘടനകളെ കുറിച്ചിട്ട് പ്രീവിയസ് ആയിട്ട്, അതായത് ബിരുദതല എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ പാർട്ട് 1 വിവരാവകാശ നിയമത്തിൽ ബിരുദതല എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ആ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പരമാവധി പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്തായി, അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളത് മനസ്സിലായി. വിവരാവകാശ നിയമത്തിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു എന്നുള്ളത് മനസ്സിലായി. വിവരാവകാശ നിയമത്തെ കുറിച്ചിട്ടുള്ള എല്ലാ പോയിന്റും എന്ത് ചെയ്തു, പഠിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് 19ാം നൂറ്റാണ്ടിലെ സംഘടനകളെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നത് എന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഘടനകൾ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതില് ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. തത്വബോധിനി സഭ, അല്ലെ, ബ്രഹ്മനുമായി മസ്തയാൻ സഭ, ധർമ്മസഭ, സേവാസദൻ, 4 സംഘടനകൾ തന്നു. ഏതൊക്കെയാണ്? തത്വബോധിനി സഭ, റഹനുമായി മസ്തായൻ സഭ, ധർമ്മസഭ, സേവാസദൻ. അപ്പൊ നമുക്ക് ഇതിലിപ്പോ തത്വബോധിനി സഭയും നമുക്കറിയാം, സേവാസദനും അറിയാം, അല്ലെ. നമുക്ക് പഠിച്ചു വന്ന കൂട്ടുകാർക്ക് കുറെ ആയിട്ട് പഠിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യും, ഇത് കണക്ട് ആവും. പക്ഷെ ഞാൻ ഈ എക്സാം എഴുതിയ വ്യക്തി തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ എക്സാമില് കാരണം എൻ്റെ അനുഭവങ്ങളും കൂടി നിങ്ങളുടെ കൂടെ പങ്കുവെക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. അല്ലാതെ ഞാൻ ഒരു വീഡിയോ ക്ലാസ് ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചോളൂ എന്നല്ല, നമ്മൾ ഒരുമിച്ചിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ എക്സാമിന് എന്താ സംഭവിച്ചു ചോദിച്ചാൽ, ഈ എക്സാം ഞാൻ ആൻസർ ചെയ്തു. കാരണം എനിക്ക് രണ്ടാമത്തെ ഈ റഹനുമായി മസ്തയാൻ സഭ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഓക്കെ, ഇതാരാണ്, ഞാൻ ഈ സംഘടനയെ കുറിച്ച് കേട്ടിട്ടില്ല. അതുപോലെ എനിക്കിതിൻ്റെ ഓപ്ഷനും അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓപ്ഷൻ എന്ത് ചെയ്തു, നമ്മൾ എലിമിനേഷൻ മെത്തേഡൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ ചോദിച്ചാൽ, ആദ്യം തത്വബോധിനി സഭ എന്ത് ചെയ്തു, ദേവേന്ദ്രനാഥ ടാഗോർ ആണെന്നുള്ളത് നമുക്കറിയാം, അല്ലെ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ അത് എന്താണ്, ഒന്നാമത്തെ ആൻസർ സി എന്നുള്ള എന്ത് ചെയ്തു, ആ ഓപ്ഷനിൽ ഒന്നാമത്തേത് ഏതാണ്, സി എന്നുള്ളതിന്റെ ആദ്യം പിക്ക് ചെയ്തെടുത്തു. പിന്നെ സേവാസദൻ ഏതാണ്, BM മലബാറി, അല്ലെ. സേവാസദൻ BM മലബാറി. അപ്പൊ നാലാമത്തെ ഏതാണ് ആൻസർ, നാലാമത്തെ ആൻസർ എ ആണ്, അല്ലെ. അപ്പൊ അങ്ങനെ 1 സിയും 4 എയും ഉള്ള 2 ആ ഓപ്ഷൻ എടുത്തു. പക്ഷെ രണ്ട് ഓപ്ഷനിലും ഈ ഒന്നാമത്തെ ആൻസർ സിയും രണ്ടാമത്തെ ആൻസർ എന്താ വന്നിരിക്കുന്നത്, ഈ നാലാമത്തെ ആൻസർ എയും ഓപ്ഷൻ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ബിയും സിയും ആണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ എത്തിപ്പെടേണ്ടത്, അല്ലെ. എങ്ങനെ എത്തിപ്പെടും? അപ്പൊ റഹനുമായി മസ്തയാൻ സഭ എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ ഈ നവറോജി ഫാർഡോഞ്ചി, അതിനെ കുറിച്ചിട്ടും എന്ത് ചെയ്തിട്ടില്ല, സംഘടനയിൽ എനിക്ക് വായിച്ചതായിട്ടുള്ള ഓർമ്മ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ റഹനുമായി മസ്തയാൻ സഭ എന്ത് ചെയ്തു, നവറോജി ഫർഡോഞ്ചിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. പിന്നെ ധർമ്മസഭ രാധാകാന്ത് ദേവ്. അങ്ങനെയാണ് ഞാൻ അന്ന് അതിലേക്ക് ആൻസറിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ. അപ്പൊ അതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടത് അങ്ങനെ വിടരുത്. അപ്പൊ എന്ത് ചെയ്യുക, ഇതിന് എലിമിനേഷൻ മെത്തേഡിലൂടെയെങ്കിലും പരമാവധി, എല്ലാം നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല, എല്ലാം ശരിയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഇങ്ങനെ പരമാവധി എന്ത് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ തത്വബോധിനി സഭ ആരാണ്, ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. പിന്നെ റഹനുമായി മസ്തായാൻ സഭ ആരാണ് നവറോജി ഫർഡോഞ്ചി. രാധാകാന്ത് ദേവ്, അല്ലെ. രാധാകാന്ത് ദേവ് ഏതാണ്, ധർമ്മസഭ, അല്ലെ. ധർമ്മസഭ രാധാകാന്ത് ദേവ്. സേവാസദൻ ആരാണ്, BM മലബാറി. സേവാസദൻ ആരാണ്, BM മലബാറി. അപ്പൊ ഈ 4 സംഘടനകളിലും ആരാണ് സ്ഥാപകർ എന്നുള്ളത് പഠിച്ചല്ലോ. തത്വബോധിനി സഭ ആരാണ്, ദേവേന്ദ്രനാഥ ടാഗോർ. റഹനുമായി മസ്തായാൻ സഭ ആരാണ്, നവറോജി ഫാർഡോഞ്ചി. പിന്നെ ധർമ്മസഭ ആരാണ്, രാധാകാന്ത് ദേവ്. സേവാസദൻ BM മലബാറി. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കിനി പ്രധാനപ്പെട്ട സംഘടനകളും കുറെ സംഘടനകളും ആ സ്ഥാപകരെ കുറിച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. ഇതിൽ നിന്നും പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം പല സംഘടനകളും എന്ത് വന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലാസ് പഠിച്ചു പോകുന്നത്. നമ്മൾ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താണ്, എങ്ങനെയാലും എക്സാം ഒന്ന് വിൻ ചെയ്തിട്ട്
എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോ വീഡിയോയും എന്ത് ചെയ്യും, എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആകും. കാരണം ഞാനും കൂടി നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒപ്പമാണ് പഠിച്ചു പോകുന്നത്. കാരണം അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, യൂസ്ഫുൾ ആകണം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കൂടെ നിന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തണം. ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നുള്ള പരമാവധി പോയിന്റ് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ നമുക്ക് എന്തായി, ആ വിഷയം അവിടെ എന്താണ് കംപ്ലീറ്റ് ആകുന്നത്. നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമല്ല നോക്കിയത്, നമുക്ക് മനസ്സിലായി ഇല്ലേ. ഇപ്പോൾ പ്രധാന സംഘടനാ സ്ഥാപകർ 19ാം നൂറ്റാണ്ടില് സംഘടനകൾ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലായി. പിന്നെ ആ സംഘടനകൾ സ്ഥാപകർ കുറേ സംഘടനകൾ സ്ഥാപകരും പഠിച്ചു എന്തായി. അപ്പൊ നമ്മൾ ആ ടോപ്പിക്കും കഴിഞ്ഞു, പ്രീവിയസ് ആയിട്ട് എങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ ക്ലാസ്സുകൾ മതിയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ താഴെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സംഘടനകളും സ്ഥാപകരും എന്നുള്ളതിലേക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആത്മീയ സഭ എന്താണ്, ആത്മീയ സഭ എപ്പോഴാണ്, 1815 കൊൽക്കത്ത രാജാറാം മോഹൻ റോയി. ഇത് 3 ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്, രാജാറാം മോഹൻ റോയ്. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ആത്മീയ സഭ നിലവിൽ വന്ന വർഷം 1815, പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, ആത്മീയ സഭ എപ്പോഴാണ്, 1815 1815 1815. നമ്മൾ ചില വർഷങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഇതും കൂടി എൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളതും കൂടി പറയണം കേട്ടോ. കാരണം നമുക്ക് ഈ വർഷം പഠിക്കുമ്പോൾ ഈ 1815 1924 അങ്ങനെ പഠിക്കുന്നേക്കാൾ ചില വർഷങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ 2 സെക്ഷനായിട്ട് പഠിക്കുക, 18 15 അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ ഓർമ്മയിൽ നിർത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് അത് പറ്റുകയാണെങ്കിൽ ആ വഴിയും കൂടി ഒന്ന് സ്വീകരിക്കണം കേട്ടോ, പറ്റുകയാണെങ്കിൽ മാത്രം. ഓക്കെ, ആത്മീയ സഭ 1815 1815 കൊൽക്കത്തയിലെ രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ യങ് ബംഗാൾ മൂവ്മെന്റ് ആരാണ്, ഹെൻറി വിവിയൻ ഡെറോസിയോ. സംഘടനകൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക, അത് സ്ഥാപിച്ചവർക്ക് എന്ത് ചെയ്യുക, അതേപോലെ ഇമ്പോർട്ടന്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വർഷത്തിനൊന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം സംഘടനകളും സ്ഥാപകരും നന്നായി പഠിക്കുക, പിന്നെ വർഷം ഒന്ന് ഓടിച്ചു വിടുക. ഓക്കെ, വർഷം കയറി വന്ന കന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ ഇത്ര അല്ലെ, ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ് അല്ലെ, ആത്മീയ സഭയുമായി ബന്ധപ്പെട്ട താഴെ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെന്റ് 4 ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ 1815 നിലവിൽ വന്നത്, അല്ലെങ്കിൽ 1818 നിലവിൽ വന്നത്, ഇങ്ങനെയൊക്കെ വരും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വർഷം കൂടി നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ യങ് ബംഗാൾ മൂവ്മെന്റ് എപ്പോഴാണ്, 1827 കൊൽക്കത്തയിലാണ്. ഹെൻറി വിവിയൻ ഡെറോസിയോ ആരാണ്, യങ് ബംഗാൾ മൂവ്മെന്റ് ആരാണ്, ഹെൻറി വിവിയൻ ഡെറോസിയോ. ബ്രഹ്മസഭ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1828 രാജാറാം മോഹൻ റോയ്. അതും എവിടെയാണ് സ്ഥാപിച്ചത്, കൊൽക്കത്തയിലാണ്. ബ്രഹ്മസഭ 1828 കൊൽക്കത്ത, രാജാറാം മോഹൻ റോയ്. അപ്പൊ രാജാറാം മോഹൻ റോയിന്റെ ഏതൊക്കെ പഠിച്ചു, ആത്മീയ സഭയും ബ്രഹ്മസഭയും. ആത്മീയ സഭ 1815 1815 ബ്രഹ്മസഭ 1828 കൊൽക്കത്ത രാജാറാം മോഹൻ റോയ്. ഓക്കെ, തത്വബോധിനി സഭ ദേബേന്ദ്രനാഥ ടാഗോർ. അവ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. തത്വബോധിനി സഭ ദേബേന്ദ്രനാഥ ടാഗോർ 1839 1839 കൊൽക്കത്തയിലാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1866 ദാദാഭായി നവറോജി. എപ്പോഴാണ്, ദാദാഭായി നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്, അല്ലെങ്കിൽ ദാദാഭായി നവറോജിയുടെ സംഘടനയുമായി അല്ലെ, ഏതാണ് സംഘടന, അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്, 1866 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയും, അതുപോലെ ബ്രഹ്മസഭ 1828 കൊൽക്കത്ത രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ 2 സംഘടനകൾ പഠിച്ചല്ലോ. ഓക്കെ അല്ലേ. ഇനി യങ് ബംഗാൾ മൂവ്മെന്റ് എപ്പോഴാണ്, 1877 ഹെൻറി വിവിയൻ ഡെറോസിയോ. യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡെറോസിയോ. ഓക്കെ, ഇനി തത്വബോധിനി സഭ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ദേബേന്ദ്രനാഥ ടാഗോർ. അത് എവിടെയാണ്, കൊൽക്കത്തയിലാണ്. 1839 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ലണ്ടനിലാണ്, ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എപ്പോഴാണ്, 1866 ലണ്ടൻ, ദാദാഭായ് നവറോജി.
പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രാർത്ഥനാ സമാജം 1867 1867 മുംബൈയിലാണ് എന്ത് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥനാ സമാജ ആത്മാറാം പാണ്ഡുരംഗ്. പൂന സാർവജനിക് സഭ 1870 പൂനെയിലാണ്. പൂന സാർവജനിക് സഭയില് അതിൽ പൂന നിന്ന് എടുക്കുക കേട്ടോ. അതിൽ പൂനെ. MG റാനഡെ ആരാണ്? MG റാനഡെ. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. കേശവ് ചന്ദ്രസൻ ആണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ 1870 സത്യശോധക് സമാജ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് 1873 ജ്യോതിറാവു ഫുലെ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലിഗഡിലാണ്. 1875 സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1875 അലിഗഡില് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശുദ്ധി പ്രസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വാമി ദയാനന്ദ സരസ്വതി 1875. രണ്ടും വർഷം നോക്കിക്കോളൂ. 1875 രണ്ടും എപ്പോഴാണ്? 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875. ശുദ്ധി പ്രസ്ഥാനം മുംബൈയിലാണ് എന്ത് ചെയ്തത്? ശുദ്ധി പ്രസ്ഥാനം അല്ലെ? ഓക്കെ. മുംബൈയിൽ എന്തായി അതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. മുംബൈ എന്തായി? ശുദ്ധി ചെയ്യാൻ പോയി. മുംബൈ ഒന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? സ്വാമി ദയാനന്ദ സരസ്വതി ശ്രമിച്ചു. അത് ഒരു ക്ലിക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഒരിക്കലും അതിന് തെറ്റായിട്ട് പറയല്ല. ഓക്കെ. നമുക്ക് എക്സാമിന് ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി മാത്രമാണ്. ശുദ്ധി പ്രസ്ഥാനം എന്താണ്? മുംബൈയിലെ സ്വാമി ദയാനന്ദ സരസ്വതി 1875 അപ്പൊ പ്രാർത്ഥനാ സമാജം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആത്മാറാം പാണ്ഡുരംഗ് മുംബൈയിലാണ്. പൂന സാർവജനിക് സഭ പൂനെയിലാണ്. MG റാനഡെ. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ പശ്ചിമ ബംഗാൾ കേശവ് ചന്ദ്രസൻ. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1875 അലിഗഡില് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശുദ്ധി പ്രസ്ഥാനം മുംബൈയിലെ സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം എന്താണ്? അലിഗഡ് പ്രസ്ഥാനം 1875 അലിഗഡ് പ്രസ്ഥാനം ആരാണ്? അലിഗഡിൽ തന്നെയാണ് അല്ലെ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം 1875. അപ്പൊ നമ്മളിപ്പോ 1875 4 പഠിക്കാൻ പോകുന്നുണ്ട് അല്ലെ? എന്തൊക്കെ പഠിച്ചു നമ്മൾ നേരത്തെ? എന്തൊക്കെ പഠിച്ചു? മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875 ഒന്ന് പഠിച്ചു. അതേപോലെ ശുദ്ധി പ്രസ്ഥാനം എപ്പോഴാണ്? 1875 അതേപോലെ തന്നെയാണ് അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അലിഗഡില് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച 2 സംഘടനയും എപ്പോഴാണ്? 1875 തന്നെയാണ്. അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അതും എപ്പോഴാണ്? 1875 അടയാറിലാണ് ആനി ബസന്റ് സ്ഥാപിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ 1875 എവിടെയാണ്? അടയാറിലാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876 ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെ? 1876 കൊൽക്കത്തയില് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ചേർന്നിട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അവിടെ? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എപ്പോഴാണ് പഠിച്ചത്? 1800. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 1866 ഈസ്റ്റ് ഇന്ത്യ ഇംഗ്ലീഷ് അല്ലെ ഭരണം ആ സമയത്ത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ദാദാഭായ് നവറോജി. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് 1876 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ അസോസിയേഷനും സ്ഥാപിച്ചു. എന്താണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. 1876. അപ്പൊ ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ദാദാഭായ് നവറോജി 1866. അങ്ങനെ 10 വർഷം കഴിഞ്ഞു 1876 ആയപ്പോ ഈസ്റ്റ് എന്നുള്ള അത് എന്താക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് 1876 ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാരാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എവിടെയാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി? 1884 അല്ലെ? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 ആരാണ്? പൂനെയില് GG അഗാർക്കറും ബാലഗംഗാധര തിലക്, MG റാനഡെ. ആരൊക്കെയാണ്? GG അഗാർക്കർ, ബാലഗംഗാധര തിലകൻ,
പിന്നെ MG റാനഡെ എന്ന് 3 പേരും കൂടി ചേർന്നിട്ടാണ് 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഓക്കെ, അതിന് ഒരു എന്ത് ചെയ്താൽ മതി, പഠിക്കുന്ന സമയത്ത് ഇപ്പം INC നിലവിൽ വന്നത് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, 1885 അല്ലെ INC. അതിന്റെ ഒരു വർഷം മുമ്പ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു, അങ്ങനെ പഠിക്കുക. INC 1885 അല്ലേ 1885 INC നിലവിൽ വരുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 GG അഗാർക്കറും ബാലഗംഗാധര തിലകനും MG റാനഡെയും കൂടി സ്ഥാപിച്ചു. ഓക്കെ, അങ്ങനെ ഓർമ്മ വയ്ക്കുക കേട്ടോ. ദേവസമാജം 1887 ശിവനാരായൺ അഗ്നിഹോത്രി. ആരാണ് ദേവസമാജം? ലാഹോറിലാണ് ശിവനാരായൺ അഗ്നിഹോത്രി. അപ്പൊ അലിഗഡ് പ്രസ്ഥാനം 1875 അലിഗഡിലെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയും 1875 ആനി ബസന്റ് ആണ്. പിന്നെ 1875 പഠിച്ചത് ശുദ്ധി പ്രസ്ഥാനവും മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജും. 4 എപ്പോഴും 1875 ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ 1866 ഇന്ത്യൻ അസോസിയേഷൻ 1876. 10 വർഷം കൂടി കൂട്ടുക. ഇവിടെ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും. അവിടെ ആരാണ് ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ? ദാദാഭായ് നവറോജി അല്ലേ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1885 INCയുടെ ഒരു വർഷം മുമ്പ് സ്ഥാപിച്ചു. 1884 GG അഗാർക്കർ, ബാലഗംഗാധര തിലകൻ, MG റാനഡെ. ദേവസമാജം 1887 ലാഹോർ ശിവനാരായൺ അഗ്നിഹോത്രി. ഓക്കെ, കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് SCRT സീരീസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സയൻസ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നത്. 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അതിൽ പ്രീവിയസ് ക്വസ്റ്റിനും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് കൊടുക്കുന്ന വർക്ക്ഷീറ്റ് ഒക്കെ, അത് ക്വസ്റ്റ്യൻ പൂള്, അങ്ങനെ എല്ലാ പോയിന്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ലെസണുമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. ഇനി നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ പൂളൊന്നും എടുത്തിട്ട് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ SCRT സീരീസ് 5ാം ക്ലാസ്സിൽ ഇപ്പോൾ ഓൾറെഡി 6 ലെസൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സയൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ആകുമ്പോഴേക്കും 10 വരെയുള്ള സയൻസും ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് എല്ലാ അടിസ്ഥാനങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പിച്ചു പോകണം. നിങ്ങൾ ഈ SCRT പഠിക്കാതെ നമ്മളിപ്പോൾ +1 +2 എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 1-2 ക്വസ്റ്റ്യൻ സയൻസ് ഇങ്ങനെ കയറി വരാറുണ്ട് അല്ലേ. നമ്മൾ ഇതൊന്നും പഠിക്കാതെ ഈ 1-2 ക്വസ്റ്റിന് വേണ്ടിയിട്ട് +1 +2 പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മാർക്ക് കൂടി എന്ത് ചെയ്യണം, നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് നിങ്ങൾക്കാണെങ്കിലും ശരി, എനിക്കാണെങ്കിലും ശരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അടിസ്ഥാനം ഉറപ്പിച്ചിട്ട് വേണം ഏതാണ്. ഇനിയിപ്പോ 5 മുതൽ 10 വരെയുള്ള SCRT സോഷ്യൽ ആണെങ്കിലും നമ്മളത് പഠിക്കാതെ നമ്മൾ +1 +2 പോലും പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അടിസ്ഥാനം ഇവിടെ എന്ത് ചെയ്യണം, ബേസിക് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പഠിക്കാൻ പോകേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, SCRT സീരീസിന്റെ ക്ലാസ് കൂടി കൂട്ടുകാർക്കാണ്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4-5 ക്ലാസ്സോളം സ്പോർട്സിന്റെ മേഖലയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാം എടുത്തു കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. ഓക്കെ, നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്കുള്ള എല്ലാ വീഡിയോയും എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.